ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു മധുര സേമിയയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. പെട്ടെന്ന് ഒരു മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോഴത്തേക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെർമിസെല്ലിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഇതിൻ്റെ കളറെല്ലാം നന്നായിട്ടൊന്ന് മാറിയിട്ട് വരണം. അതുവരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറിയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നവരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇതുപോലെ കളറെല്ലാം മാറി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 500 ml വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ വെർമിസെല്ലിയെല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ട് കിട്ടും. ഏകദേശം 1 മിനിറ്റ് നന്നായിട്ട് തിളച്ചപ്പോഴത്തേക്കും നമ്മുടെ വെർമിസെല്ലിയെല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്തേക്കണം. ഇത് രണ്ടും ചേർക്കുന്ന വീഡിയോ എങ്ങനെയോ മിസ്സായിപ്പോയി. അതിൻ്റെ പേരിലാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ പാല് കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ കംപ്ലീറ്റ് വെള്ളം ഒന്ന് വറ്റിയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടിയാണ്. കൂടെ തന്നെ കുറച്ച് നട്ട്സ് കൂടി, ബദാമും അണ്ടിപ്പരിപ്പുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മധുര സേമിയ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊക്കെ ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടീസ് എല്ലാം പെട്ടെന്ന് എന്തെങ്കിലും സ്വീറ്റായിട്ട് ചെയ്ത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.